ഹലോ അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെൻ്റെ മോർണിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ അത് അതുൻ്റെ കളിപ്പാട്ടൊക്കെ ഞാൻ ഒതുക്കി വെച്ചൊക്കെ നോക്കിയത് കാരണം അപ്പം തന്നെ എന്തായാലും അത് കളബിളാക്കും. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ വാപ്പിയും മോളും ചായയാണ് കുടിക്കുക. ഇപ്പോൾ അവൾക്ക് സമ്മർ ക്യാമ്പുള്ളതുകൊണ്ട് അനിക്കാടെ കൂടെയാണ് അവൾ കാലത്ത് പോകും. എന്നിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്കും അവൾ എടുത്തിട്ട് പോരും. അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഒരു 5:30 5:45 ഞാൻ എണീക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഫതിനെ എണീപ്പിക്കുന്നതാണ്. പക്ഷെ ഇന്ന് അനക്കാദ്യം വാഷ്റൂമിൽ കയറിയായതുകൊണ്ട് ഫത് കുറച്ചേരം എൻ്റെ അടുത്തൊന്ന് കിടന്നാണ് കേട്ടോ. അപ്പോൾ അത് ചായക്ക് വെള്ളം വെച്ചു. അപ്പോൾ രാവിലെ ഒരു പൊതുവേ കട്ടൻ ചായയാണ് കുടിക്കാറ്, പാൽ ചായ അങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ ഞാൻ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ ആ നേരം കൊണ്ട് ഞാനീ പറഞ്ഞ പോലെ അവൾക്ക് സ്നാക്സ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരുപോലെ ഒന്നുമല്ല, എന്തെങ്കിലും വെറൈറ്റികൾ ഉണ്ടാക്കി കൊടുക്കുന്ന ദിവസങ്ങൾ അങ്ങനെ കൊടുക്കും. പിന്നെ ഇന്നലെ രാത്രി ഞാൻ എന്താ പറയുക, നമ്മുടെ കുബൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡ് കുബൂസും മലായി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലിട്ടാൽ ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇടാം. അപ്പോൾ അത് ഞാനീ പറഞ്ഞ പോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫതുവാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ഒന്നുമല്ല, അവൾ ഇത്തിരി കഴിക്കുള്ളൂ. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുബൂസ് കട്ടാക്കി വെച്ചു, 3 എണ്ണം എടുത്തിട്ട് കട്ടാക്കി വെച്ചു. പിന്നെ അവൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഞാൻ വെച്ച് കൊടുക്കും, അതെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 3 കുബൂസ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ അവളുടെ അതിൽ ഞാൻ കറി വയ്ക്കാറില്ല, കാരണം അതിൽ കറി വയ്ക്കുമ്പോൾ അവളുടെ ഇതിലേക്ക് രണ്ടും കൂടി മിക്സ് ആവണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ബാഗിൻ്റെ കൂടെ കിട്ടിയിരുന്ന ഒരു ടിഫിൻ വയ്ക്കാൻ പറ്റിയൊരു ബോക്സ് ഉണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ കറി വെച്ചു. അപ്പോൾ ഇത് അടിപൊളിയിട്ടാണ്, ഫസ്റ്റ് ടൈം ഞാൻ നോക്കിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്നുകൂടി ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ കുബൂസും ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയണമെങ്കിൽ കമൻറ്റിൽ ഇടണമെങ്കിൽ ഞാൻ ഇടാം. പിന്നെ അപ്പോൾ ഞാൻ ഫതുവാക്ക് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലായി ചിക്കനും കുബൂസും പിന്നെ കുറച്ച് ഗ്രേപ്സും വെച്ചു. പച്ച ഗ്രേപ്സാണ് നമുക്ക് ഇഷ്ടം, വെള്ളമുന്തിരി നമ്മൾ പറയുക, അതാണ് ഇഷ്ടം. അപ്പോൾ അത് സെറ്റാക്കി. പിന്നെ അതുകൊണ്ട് വലിയ പണി എനിക്കില്ല, ഉണ്ടാക്കലുണ്ടായിരുന്നില്ല, കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. പിന്നെ നേരത്ത് ഫതു കുളിച്ച് വന്ന് ഫതു റെഡിയായി, അനുക്ക കുളിക്കാൻ കയറിയൊക്കെയാണ്. അപ്പോൾ ആ നേരത്ത് എന്താ പറയുക, അനുക്കാക്ക് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം. അപ്പോൾ ഹോം മെയ്ഡ് തന്നെയാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കിയതല്ല. പൊറോട്ട ഉണ്ടായിരുന്നു, മലായി ചിക്കൻ്റെ കുറച്ചും കൂടി ഗ്രേവിയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവർക്ക് ഞാൻ ചൂടാക്കി കൊടുത്തത്. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേറെ ഉണ്ടാക്കൽ എനിക്കിഷ്ടമില്ല, അനുക്കാക്ക് ഇഷ്ടമില്ല. എന്താണോ ഉള്ളത് അത് തീരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നേരം കൊണ്ട് ചായ തിളച്ചപ്പോൾ അത് ഊറ്റി വെച്ചു. പിന്നെന്താ പറയുക, പിന്നെ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് വെൽക്കം പറയാണ്. അതുപോലെ കാണാത്തൊരു ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ പറയണം, കമൻറ്റിലിടണം. പിന്നെ കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നറിയാം, അതൊക്കെ സെറ്റാവും. പിന്നെന്താ പറയുക, പിന്നെ ഇതേ ചായ രണ്ടാൾക്കാക്കി വെച്ച് എൻ്റെ എന്തെടുത്താലും എൻ്റെ അത് പൊട്ടിപ്പോവും, എന്തെങ്കിലും ഇട്ട് പോവും. അപ്പം ഞാനൊക്കെ കയ്യോടെ ടേബിളിൽ വീണപ്പോൾ തുടച്ച് വെച്ചാണ്. പിന്നെ ഫതുവിൻ്റെ ടിഫിൻ ബാഗിലേക്ക് ഞാൻ ടിഫിനും കാര്യങ്ങളൊക്കെ വയ്ക്കാം കേട്ടോ. അത് വെച്ച് കഴിഞ്ഞ് ബാക്കിയൊക്കെ അവൾ സെറ്റാക്കി വെക്കും. സമ്മർ ക്യാമ്പ് ആകുമ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അവൾക്ക്, കാരണം ആർട്ടും ക്രാഫ്റ്റും അതിൻ്റെ കൂടെയാണ് നമ്മളെ അക്കാദമിക്കിൻ്റെ റിവിഷനും കാര്യം നടക്കണം. അപ്പോൾ അതുകൊണ്ട് ഒന്നും അറിയാണ്ട് ആൾ പഠിക്കണമുണ്ട്, എന്നാൽ ക്രാഫ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതൊക്കെ പുള്ളിക്കാറ്റ് എടുത്ത് വെച്ചോളും. എല്ലാം വരും, ഗ്രൂപ്പിൽ വരും, എന്തൊക്കെയാണ് കയ്യിൽ പിടിക്കേണ്ടതെന്നൊക്കെ വരും. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരത്തി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഫുഡും ബാഗ് റെഡിയാക്കൽ ഞാൻ, മീൻസ് ബാഗ് പുറത്തെടുത്ത് വെക്കൽ ഒക്കെ ഞാൻ ഇതാക്കും. പിന്നെ അതുകൊണ്ട് അബ്ബുഡ് എണീറ്റിട്ടില്ല, അബ്ബുഡിൻ്റെ വെയിറ്റിംഗ് ആണ്. എണീറ്റ് കഴിഞ്ഞാൽ അവനൊന്ന് കുളിപ്പിച്ച് പാമ്പേഴ്സൊക്കെ മാറ്റിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതും അതിൻ്റെ കൂടെ നടക്കും. അപ്പോൾ അതേ ബാഗ് റെഡിയാക്കി. നമ്മുടെ പെട്ടികൾ ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ ഡ്രസ്സും സാധനങ്ങളൊക്കെയാണ്. അത് ഈ പറഞ്ഞ പോലെ കബോർഡ് സെറ്റായിട്ടാണ് അതാക്കുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, പൊറോട്ട ഉള്ളത് ഞാനൊന്ന് ചൂടാക്കിയെടുത്ത് അതിനൊക്കെ കുളിച്ചോണ്ട് നേരത്ത് ഫതുവിനും അനുക്കാക്കും ഞാൻ ചൂടാക്കിയെടുത്ത്. അപ്പോഴേക്കും ഫതു കുളിച്ച് റെഡിയായി വന്ന് ഗ്രീൻ ഡേ ആണ്, അപ്പോൾ ഒന്ന് ഗ്രീൻ ഡ്രസ്സാണ് ഇട്ടത്. അപ്പം ദേ എന്താ പറയുക, ഫതു കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അനുക്ക വന്നു. അനുക്കയും കഴിച്ചു. ഞാൻ ഇതൊന്നുമല്ല കഴിച്ചത്, ഞാൻ ഓട്സാണ് കഴിച്ചത്. ഡയറ്റൊന്നും അല്ല, എന്നാലും ഞാൻ ഓട്സാണ് കഴിച്ചത്.
അപ്പോൾ ഞാൻ പാൽ തിളപ്പിച്ചു. പാൽ തിളപ്പിച്ചിട്ട് ഇത് ഒഴിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്ന് വരും. ഇത് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ മിക്സഡാണ്. അപ്പോൾ ആ ഓട്സാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശക്കില്ല. അന്ന് അത്യാവശ്യം ഉണ്ടാവും, ഭക്ഷണമാവും. കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ് രാവിലത്തത്. ഇതാണ് എൻ്റെ ഇന്നത്തെ രാവിലത്തെ റുട്ടീൻ. അല്ലാണ്ട് എല്ലാ ദിവസവും ഒരുപോലെയല്ല. അപ്പോൾ ഇന്നത്തെ റുട്ടീൻ ഇതാണ്. അപ്പോൾ ഇതിഷ്ടപ്പെട്ടാൽ പറയണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.